ഹായ്, നമ്മൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂള് തീരുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് പാർട്ടുകൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് കോഓപ്പറേറ്റീവ് ആസ് എ ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് ആസ് എ ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താണ് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ എന്താണ് ഒരു സർവീസ് റെൻഡറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതേപോലെ തന്നെ ആ ബിസിനസ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ സർവീസ് മാത്രം കൊടുത്താൽ പോരാ, പകരം അവർ എന്തുണ്ടാക്കണം, കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളതിൻ്റെ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് എന്നുള്ള നിലയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് കോർപ്പറേഷൻ ഈസ് നോട്ട് എ മിയർ അസോസിയേഷൻ, എന്താണ് ആസ് വെൽ ആസ് എൻ എൻ്റർപ്രൈസ്. ഇതൊരു മിയർ അസോസിയേഷനോ അതേപോലെ എൻ്റർപ്രൈസോ മാത്രമല്ല. ദ എൻ്റർപ്രൈസ് ആസ്പെക്റ്റ് ഗീവ്സ് പ്രിമസി ടു ദ ഇക്കണോമിക് ബിസിനസ് ഫങ്ഷൻ ഓഫ് കോഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഈ എൻ്റർപ്രൈസ് ആസ്പെക്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു എൻ്റർപ്രൈസ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് നൽകുന്നത്, അതല്ലെങ്കിൽ അതിനൊരു പ്രാഥമികമായ പരിഗണന നൽകുന്നത് അവിടുത്തെ ബിസിനസ് ഫങ്ഷനുകൾക്കാണ്, ഇക്കണോമിക് ബിസിനസ് ഫങ്ഷനുകൾക്കാണ് ഒരു പ്രധാനപ്പെട്ട അതിനൊരു പ്രാധാന്യം നൽകുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പം ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് എൻ്റർപ്രണോറിയൽ യൂണിറ്റ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, റിസ്ക് ടേക്കിംഗ് ആൻഡ് അതർ എസെൻഷ്യൽ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് അതെന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എൻ്റർപ്രണോറിയൽ യൂണിറ്റാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്, റിസ്ക് ടേക്കിങ്, അതേപോലെയുള്ള എല്ലാത്തരം എസെൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സും എവിടെയുണ്ട്, ഈ കോഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി താഴെ ഒരു 6ഓളം എൻ്റർപ്രൈസ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ദ എൻ്റർപ്രൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ബിസിനസ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനും അതേപോലെ തന്നെ അതിൻ്റെ യൂസേഴ്സും തമ്മിൽ എന്തുണ്ട്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് അവൈൽ ചെയ്യുന്ന ആൾക്കാർ നേരിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരികയും എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥാപനത്തിൽ നിന്ന് സർവീസ് അവൈൽ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. ചില ആൾക്കാർ എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും വരുന്നത്, ചില ആൾക്കാർ ലോൺ എടുക്കാനായിരിക്കും വരുന്നത്. ഇനി എന്താണ് ഈ ക്രെഡിറ്റ് സൊസൈറ്റികളല്ലാത്ത സൊസൈറ്റികളുണ്ടാവും, ഇപ്പം കാർഷിക വികസന ബാങ്കുകളോ അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉണ്ടാവും. അവിടെ അത്തരത്തിലുള്ള സർവീസിനായിരിക്കും ചിലപ്പോൾ ആളുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എന്തുണ്ട്, യൂസേഴ്സും എൻ്റർപ്രൈസും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ടാമത്തത്, ദ ഒബ്ജക്റ്റ് ഓഫ് എൻ്റർപ്രൈസ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കോമൺ യൂസേഴ്സ്. എന്നുവെച്ചാൽ എന്താണ്, കോമൺ യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഏതിൻ്റെ ലക്ഷ്യം, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ഏതൊരു സ്ഥാപനമായാലും ഏതൊരു ബിസിനസ് എൻ്റർപ്രൈസ് ആയാലും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ കോമൺ യൂസേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും കോഓപ്പറേറ്റീവ്സ് ആയാലും എന്താണ്, കോമൺ യൂസേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് പ്രധാനം. ഇറ്റ് ഈസ് എ സർവീസ് എൻ്റർപ്രൈസ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം എ പ്രോഫിറ്റ് എൻ്റർപ്രൈസ്. അപ്പം നമ്മളിതൊരു ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അതൊരു സർവീസ് എൻ്റർപ്രൈസ് ആണ്. അത് പ്രോഫിറ്റ് എൻ്റർപ്രൈസ് എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സർവീസ് എൻ്റർപ്രൈസ് ആയിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അതേപോലെ നാലാമത്തെ, ദേ മസ്റ്റ് ട്രൈ ടു സ്ട്രെങ്തൻ ദ എൻ്റർപ്രൈസ് വയബിലിറ്റി. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ സഹകരണ മേഖല, ആ മേഖല എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു എൻ്റർപ്രൈസ് വയബിലിറ്റിക്ക് എന്ത് കൊടുക്കണം, ശക്തി പകരണം എന്നുള്ളതാണ്. ശക്തി പകരുക എന്ന് വെച്ചാൽ അതിന് ആ ഒരു മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. The efficiency of cooperative enterprise is measured not on the basis of return but on the basis of quality. അപ്പോൾ ഇവിടുത്തെ നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി കണക്കാക്കുന്നത് അവിടെ കിട്ടുന്ന റിട്ടേണിനനുസരിച്ചിട്ടാണ്.
എന്നാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി കണക്കാക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ക്വാളിറ്റിയാണ്, സർവീസ് ക്വാളിറ്റി നോക്കിയാണ് ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി നോക്കുന്നത് എന്നുള്ളതാണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ്, ഫോർ അച്ചീവിങ് ദ എക്കണോമിക് എഫിഷ്യൻസി എ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മസ്റ്റ് പ്ലാൻ, ഓർഗനൈസ്, മോട്ടിവേറ്റ് ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഓപ്പറേഷൻസ്. എന്ന് വെച്ചാൽ ഈ ഒരു എക്കണോമിക് എഫിഷ്യൻസി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? മസ്റ്റ് പ്ലാൻ, ഓർഗനൈസ്, മോട്ടിവേറ്റ് ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഓപ്പറേഷൻ. അത് ആ സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യണം? കൃത്യമായ പ്ലാൻ ചെയ്യണം, അതേപോലെ ഓർഗനൈസ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ്സ് ആസ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം പോയിന്റുകളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് ഏകദേശം നമുക്കൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ കോഓപ്പറേറ്റീവ്സ് ആസ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു 4 മാർക്കിനും അതേപോലെ തന്നെ 15 മാർക്കിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഡെമോക്രസി ഇൻ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെമോക്രസി ഇൻ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അത് നമുക്ക് 4 മാർക്കിൻ്റെ ഏരിയയിലും അതേപോലെ തന്നെ 15 മാർക്കിൻ്റെ ഏരിയയിലും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ നോക്കുക, അതിനകത്ത് നമ്മൾ ഒരു 4 മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മളത് പറയുന്നുണ്ട്, ഡെമോക്രസി ഇൻ കോഓപ്പറേറ്റീവ്സ്. അത് നമുക്ക് വളരെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ കോഓപ്പറേറ്റീവ് ഡെമോക്രസിയെക്കുറിച്ച്. അപ്പോൾ ഡെമോക്രസി ഇൻ കോഓപ്പറേറ്റീവ്സ് ഈസ് എ കോർ പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് ഗവേണൻസ്, എൻഷുർ മെമ്പർ ഹാവ് ആൻ ഈക്വൽ സേ ഇൻ ഹൗ ദ കോഓപ്പറേറ്റീവ് ഈസ് റൺ, സെറ്റിംഗ് പോളിസീസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് വെച്ചാൽ അറിയാം നമുക്കെന്താണ്, അവിടെ ജനറൽ ബോഡി മെമ്പേഴ്സ് ഉണ്ട്. ഈ ജനറൽ ബോഡി മെമ്പേഴ്സ് ഇപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 അംഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 5000-10000 അംഗങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റായിട്ട് ആ സ്ഥാപനത്തിൽ വരികയും ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യും നമ്മൾ, ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഒരു 8 മുതൽ 10 വരെയൊക്കെയുള്ള ആളുകളെ അവിടെ എന്തായി നിയമിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായി നിയമിക്കും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണ് എന്തായിട്ട് പറയുക, ഡെമോക്രസി ആയിട്ട് പറയുക. 5 വർഷത്തിലൊരിക്കൽ 1 മാൻ 1 വോട്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഈ 5000 അല്ലെങ്കിൽ 10000 ആളുകളിൽ നിന്ന് 8 പേരെ അല്ലെങ്കിൽ 10 പേരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് കോർപ്പറേഷനിൽ നിലനിൽക്കുന്ന ഡെമോക്രസി എന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട കോഓപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഗവേണൻസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഡെമോക്രസി ഉപയോഗിച്ചിട്ടാണ്. എങ്കിൽ മാത്രമേ അവിടെ ഒരു സഹകരണ സ്ഥാപനം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ സഹകരണ സ്ഥാപനം എടുക്കുന്ന പോളിസികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അതിനകത്തൊക്കെ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഒരു പൊതുജനങ്ങൾക്കൊക്കെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക ഏത് വഴിയാണ്? ഡെമോക്രസി വഴിയാണ്. അപ്പോൾ ദിസ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഫോസ്റ്റേഴ്സ് ആക്റ്റീവ് നമ്പർ പാർട്ടിസിപ്പേഷൻ ആൻഡ് സെൻസ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ചാൽ ഈ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടുത്തെ അംഗങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കാൻ കഴിയും? ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു അനുഭവവും, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനൊരു സെൻസ് ഉണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ആർക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഡെമോക്രസിക്ക് പ്രവർത്തിക്കാൻ കഴിയും. എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ മെമ്പർ യൂസർ ഓൺ ഡെമോക്രാറ്റിക് ലൈൻ. അതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് അവിടുത്തെ മെമ്പേഴ്സാണ്. അതിന് ഡെമോക്രാറ്റിക് ലൈൻസിലാണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്നുവെച്ചാൽ അറിയാമല്ലോ, അപ്പോൾ ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ ബോഡി മെമ്പേഴ്സാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആരായിട്ട് പരിഗണിക്കുന്നത്? ഓണേഴ്സായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അവരാണ് ആ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനറൽ ബോഡി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ അവിടെ വരാനും കാര്യങ്ങൾ നോക്കാനും കഴിയാത്തത് കൊണ്ട് അവരിൽ ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏൽപ്പിക്കുന്ന ആ പ്രോസസ്സാണ് ഡെമോക്രസി എന്ന് പറയുക.
അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ദർ ആർ 2 മെയിൻ ഓർഗൻസ് ഓഫ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 2 പ്രധാനപ്പെട്ട ഓർഗനുകളുണ്ട് ഈ ഡെമോക്രസിക്ക്. അതിലേതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ ബോഡി, രണ്ടാമത്തെ എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജനറൽ ബോഡി എന്ന് പറയുന്നതാണ് പിന്നെ അവിടുത്തെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 10,000 ചിലപ്പോൾ 5,000 ആൾക്കാരുണ്ടാവും, 10,000 ആൾക്കാരുണ്ടാവും. ഇവരെല്ലാം അവിടെ ചേർത്തിട്ടാണ് നമ്മളെന്ന് വിളിക്കുക, ജനറൽ ബോഡി എന്ന് വിളിക്കുക. ഈ ജനറൽ ബോഡിയിൽ നിന്ന് ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുക. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ 1 man 1 vote അല്ലെങ്കിൽ ഡെമോക്രസി ഉപയോഗിക്കുന്നത്. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ദ സൊസൈറ്റി വെസ്റ്റ് ഇൻ ദ ജനറൽ ബോഡി. അപ്പം ആ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതോറിറ്റി നിലനിൽക്കുന്ന ആരുടെ കൈകളിലാണ്? ഈ ജനറൽ ബോഡിയുടെ കൈകളിലാണ്. ഇറ്റ് ഫങ്ഷൻസ് ത്രൂ ജനറൽ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ്. അപ്പം മെമ്പേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങുകളിലൂടെയാണ് ഇത് എന്ത് ചെയ്തത്? അവരുടെ ആ ഒരു ഫംഗ്ഷൻ നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. ഇറ്റ് ഹാസ് എ പീരിയോഡിക്കലി എലക്റ്റഡ് കമ്മിറ്റി ഫ്രം എമംഗ് മെമ്പേഴ്സ് ടു ഡയറക്റ്റ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എന്നുവെച്ചാൽ ഈ ജനറൽ ബോഡി മെമ്പേഴ്സിന് എന്തുണ്ടാവും? കുറച്ച് എലക്റ്റഡ് കമ്മിറ്റികളുണ്ടാവും, അല്ലെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ സൊസൈറ്റിയുടെ അഫയേഴ്സൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റികൾ കൂടി മുന്നോട്ട് പോകും. അപ്പോൾ ഈ കമ്മിറ്റി ഡിറൈവ്സ് ഇറ്റ്സ് പവേഴ്സ് ഫ്രം ദ ജനറൽ ബോഡി ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം ഈ കമ്മിറ്റിക്ക് ഈ പവർ കിട്ടുന്നത് എവിടെയാണ്? ജനറൽ ബോഡി അംഗങ്ങൾ അവരുടെ വോട്ടിംഗ് റൈറ്റ് ഉപയോഗിച്ച് വോട്ടിംഗ് റൈറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത് വെക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ബോഡിയാണ് അവർക്ക് ആ അധികാരം കൊടുക്കുന്നത്. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ അധികാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കും? ജനറൽ ബോഡിയോട് അക്കൗണ്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദസ് കോർപ്പറേഷൻ ഹാസ് എ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ വിത്ത് 2 സ്റ്റേജ് കൺട്രോൾ ഡിവൈസസ്. അപ്പോൾ എന്താണ് അവിടെ 2 സ്റ്റേജ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബേസിക്കലി മെമ്പേഴ്സ് എക്സസൈസ് കൺട്രോൾ അപ്പോൺ കമ്മിറ്റി ഓർ ബോർഡ്. എന്ന് വെച്ചാൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ അധികാരം ഉപയോഗിക്കുന്നത് എവിടെയാണ്? കമ്മിറ്റിയിലോ ബോർഡിലോ ആയിരിക്കും. അതേപോലെ ഈ ബോർഡ് latter exercise control on behalf of members over the management consisting of executive officials and paid staff. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ജനറൽ ബോഡിയാണ് ആരെ ജോലിക്ക് വെക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ജോലിക്ക് വെക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? അവിടെ ജോലിക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആളുകളെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിപ്പിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജനറൽ ബോഡിയാണ്. അവരാണ് ആരെ അവിടെ നിയമിക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആ സൊസൈറ്റിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് അവിടെ പെയ്ഡ് സ്റ്റാഫുകളെ കൊണ്ട് ജോലി എടുപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത്രയും വരുന്നത്. ഇനി ഒരു കോപ്പറേറ്റീവ് ഡെമോക്രസി എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇറ്റ് റിക്വയർസ് എ കൺജീനിയൽ സോഷ്യൽ ബേസസ് എന്നുള്ളതാണ്. സോഷ്യൽ ബേസ് എന്നുള്ളതാണ്. കൺജീനിയൽ മീൻസ് എന്ന് വെച്ചാൽ നല്ല എന്താ സന്തോഷപ്രദമായ അല്ലെങ്കിൽ പ്ലീസിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒരു നല്ല സന്തോഷദായകമായിട്ടുള്ളൊരു സോഷ്യൽ ബേസ്, കൺജീനിയൽ ആയിട്ടുള്ളൊരു സോഷ്യൽ ബേസ് അവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് ഡെമോക്രസി എഫക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതേപോലെ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ മെമ്പർഷിപ്പ് ഷുഡ് നോട്ട് ബി ടു അൺഈവൻ. എന്ന് വെച്ചാൽ അവിടെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജനറൽ ബോഡിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകളുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആവാൻ പാടില്ല? ടു അൺഈവൻ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരുപാട് പാവപ്പെട്ടവർ, ചില ആൾക്കാർ ഭയങ്കര പണക്കാർ, അങ്ങനെയുള്ള ഒരു അൺഈവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് റിക്വയേഴ്സ് ഇൻഫോംഡ് ആൻഡ് എൻലൈറ്റൻഡ് മെമ്പേഴ്സ്. എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ടും ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നല്ല എന്തുണ്ടാവണം? ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ല എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാവണം.
മെമ്പേഴ്സ് ഷുഡ് ഹാവ് സഫീഷ്യൻറ്റ് നോളജ്. മെമ്പേഴ്സിന് എന്താ ഉണ്ടാവണം? നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. ദ മെമ്പേഴ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്സ്. എന്താണ്? ഈ എല്ലാ അംഗങ്ങളും ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. ദ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി പ്ലാൻഡ് തറവലി. എന്ന് വെച്ചാൽ നമ്മൾ ജനറൽ മീറ്റിംഗ് സാധാരണ വർഷത്തിൽ ഒരെണ്ണം എന്നുള്ള നിലയ്ക്ക് സാധാരണ കൂടി പോകാറുണ്ട്. ആ ജനറൽ മീറ്റിങ്ങിൽ വളരെ കൃത്യമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ ഈസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ മെമ്പർ ലോയൽറ്റി. അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ലോയൽറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ലോയൽറ്റി അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോയൽ അല്ലാത്ത മെമ്പർ ആണെങ്കിൽ അവിടുത്തെ ഡെമോക്രാറ്റിക് കൺട്രോൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ഈ ഡെമോക്രസി എന്ന് പറയുന്ന പ്രോസസ്സിൽ ആ മെമ്പേഴ്സ് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുവാനും അതേപോലെ അവിടുത്തെ ജനറൽ ബോഡി മീറ്റിങ്ങുകളിലും ഒന്നും ഈ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കോപ്പറേറ്റീവ് ഡെമോക്രസി ഇല്ലാതെയായി പോകും. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇല്ലാതെയായി പോകും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മെമ്പേഴ്സ് ഷുഡ് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ് മാറ്റേഴ്സ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്. മെമ്പേഴ്സിന് എന്തുണ്ടാവണം? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതേപോലെ അവിടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള എന്തുണ്ടാവണം? ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവണം എന്നും കൂടെ പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ അത്രയാണ് ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഡെമോക്രസി അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു എസ്സേ ആയി തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഗവേണൻസ് എന്ന് വെച്ചാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, വളരെ കൃത്യമായിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ നമുക്ക് ഗവേണൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഗവേണൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? അത് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്നതാണ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നൊരു ചോദ്യം നമുക്ക് ആ 2 സെഷനിലും ചോദിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് ബാലൻസസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, മെമ്പർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടു ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ ആൻഡ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ്. എന്ന് വെച്ചാൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ സസ്റ്റൈനബിളും അതേപോലെ സക്സസ്ഫുൾ ആക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ദാറ്റ് ബാലൻസസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, മെമ്പർ ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനെയും അതേപോലെ മെമ്പർ ഇൻട്രസ്റ്റും പ്രൊഫഷണൽ മാനേജ്മെൻറ്റും ഒക്കെ ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്കിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക്. അതൊരു ഫ്രെയിം വർക്കാണ്. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് ബാലൻസസ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, മെമ്പർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. എന്താണ്? ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനെയും മെമ്പർ ഇൻട്രസ്റ്റിനെയും അതേപോലെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെയും ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ടു ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ ആൻഡ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ്, അതുവഴി അവിടെ എന്തുണ്ടാക്കിയെടുക്കും? ഒരു സസ്റ്റൈനബിൾ ആൻഡ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. Cooperative governance is essential for the strategic repositioning of cooperative to survive in global and challenging of investors owned companies and multinationals. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ ഈ സഹകരണ സ്ഥാപനങ്ങൾ എപ്പോഴും ഈ മത്സരിക്കുന്നത് ആരോടൊപ്പമാണ്? വലിയ മൾട്ടിനാഷണൽ കമ്പനികളോടൊപ്പമാണ് മത്സരിക്കേണ്ടി വരുന്നത് പല ഘട്ടങ്ങളിലും. അപ്പോൾ എപ്പോഴും ഇല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള വലിയ കമ്പനികളോടെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? മത്സരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയി മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? ഏറ്റവും പ്രധാനമായി ഒരു കോപ്പറേറ്റീവ് ഗവേണൻസ് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് ദ ആക്ട് ഓഫ് സ്റ്റിയറിംഗ് കോപ്പറേറ്റീവ്ലി ഓൺഡ് എൻ്റർപ്രൈസ് ടുവേർഡ്സ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സക്സസ്. അപ്പോൾ നമ്മുടെ ഒരു സഹകരണ സ്ഥാപനത്തെ നല്ലൊരു ഇക്കണോമിക്കലി അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ഉള്ളൊരു സക്സസ്സിലേക്ക് നയിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കോപ്പറേറ്റീവ് ഗവേണൻസ് ഉണ്ടാവണം എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് മീൻസ് നയിക്കുക എന്നുള്ളതാണ് കേട്ടോ.
It consists of answering key questions, defining roles and responsibilities, and establishing process for setting expectations and ensuring accountability. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുമ്പം അവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? ആൻസറിങ് കീ ക്വസ്റ്റ്യൻസ്, എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അതേപോലെ ഡിഫൈനിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവിടുത്തെ എന്ത് കൊടുക്കുക? റോളും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായി ഡിഫൈൻ ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് പ്രോസസ് ഫോർ സെറ്റിംഗ് എക്സ്പെക്റ്റേഷൻസ്, എന്താണ് ആ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുന്നതിനുള്ള ആ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതേപോലെ എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി എൻഷുർ. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്? ആൻസറബിലിറ്റി ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എവിടെ ഉള്ളത്? ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന സംഗതിയിൽ ഉള്ളത്. ഗുഡ് ഗവേണൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സക്സസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് കോഓപ്പറേറ്റീവ്സ്. അപ്പോൾ കോഓപ്പറേറ്റീവ്സിൻ്റെ സക്സസ്സിനും സസ്റ്റൈനബിലിറ്റിക്കും എന്താവശ്യമാണ്? ഒരു ഗുഡ് ഗവേണൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ എന്താണ് ഈ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എന്തൊക്കെ എൻഷുർ ചെയ്ത് തരും? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, മെമ്പർ പാർട്ടിസിപ്പേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? എൻഷുർ ചെയ്യാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, മെമ്പർ പാർട്ടിസിപ്പേഷൻ, അത് ഒന്ന് നോക്കി വെച്ചാണ്. കാരണം അതാണ് നമ്മൾ പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത്. ഒരു 4 മാർക്ക് ചോദ്യമാണ്. വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് കേട്ടോ. അപ്പം എന്താണ്? ഇറ്റ് എൻഷുർസ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, മെമ്പർ പാർട്ടിസിപ്പേഷൻ, അല്ലേ? ലീഡിങ് ടു ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് ഇൻക്രീസ്ഡ് ട്രസ്റ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, മെമ്പർ പാർട്ടിസിപ്പേഷനൊക്കെ എൻഷുർ ചെയ്യുമ്പോൾ അതുവഴി എന്തുണ്ടാക്കാൻ പറ്റും? ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാൻ കഴിയും. ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിയും. ആൻഡ് ഇൻക്രീസ് ട്രസ്റ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എഫക്റ്റീവ് ഗവേണൻസ് പ്രാക്ടീസസ് ഹെൽപ്പ് കോഓപ്പറേറ്റീവ്സ് നാവിഗേറ്റ് കോംപ്ലക്സ് ചലഞ്ചസ്, മാനേജ് റിസ്ക് ആൻഡ് അച്ചീവ് ദെയർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള കോഓപ്പറേറ്റീവ് ഗവേണൻസ് ഉണ്ടെങ്കിൽ അതുവഴി അതെങ്ങോട്ടേക്ക് നയിക്കപ്പെട്ടേക്കാം? നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യാനെ കൊണ്ടും, അതേപോലെ തന്നെ മാനേജറിയൽ റിസ്ക് നോക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു യാത്രയിൽ നമ്മളെ ആര് നയിക്കും? ഈ എഫക്റ്റീവായിട്ടുള്ള ഗവേണൻസ് അങ്ങോട്ടേക്ക് നയിക്കുമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു നല്ല ഗവേണൻസ് എന്താണ് കോഓപ്പറേറ്റീവ്സിന് ഭയങ്കര ആവശ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് എൻഷുറിങ് മെമ്പർ റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഈ കോഓപ്പറേറ്റീവ് ഗവേണൻസ് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? മെമ്പേഴ്സിൻ്റെ റൈറ്റ്സും പാർട്ടിസിപ്പേഷനും എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് ഗ്യാരണ്ടി ദാറ്റ് all members have equal opportunities in participation in decision making process, ensuring their voices are heard and their interests are represented. എന്ന് വെച്ചാൽ ഒരു സഹകരണ സ്ഥാപനത്തിലെ എല്ലാതരം കാര്യങ്ങളിലും, എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ തുടങ്ങിയ എല്ലാതരം കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പങ്കെടുക്കാനെ കൊണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവേണൻസ് ആണ്, കോഓപ്പറേറ്റീവ് ഗവേണൻസ് ആണ്. അപ്പോൾ ദിസ് ഇൻക്ലൂഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ വോട്ടിംഗ് പ്രൊസീജിയർ, ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ദ എബിലിറ്റി ടു ഹോൾഡ് ലീഡർഷിപ്പ് അക്കൗണ്ടബിൾ. എന്ന് വെച്ചാൽ ഈ ഒരു എൻഷുറിങ് മെമ്പർ റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്? അവിടെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ വോട്ടിംഗ് പ്രൊസീജിയർ ഉണ്ടാവണം. അതേപോലെ തന്നെ ആക്സസ് ടു ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിട്ട് ആർക്ക് കിട്ടണം? മെമ്പേഴ്സിന് കിട്ടണം. അതേപോലെ തന്നെ ലീഡർഷിപ്പിനെ അക്കൗണ്ടബിൾ ആക്കാൻ ആർക്ക് കഴിയണം? നമ്മുടെ മെമ്പേഴ്സിന് കഴിയണം എന്നുള്ളതാണ്. By actively engaging members in governance, cooperatives fosters a sense of ownership and commitment, strengthening their cooperative foundation. അപ്പോൾ ഈ ഒരു കോഓപ്പറേറ്റീവ് ഗവേണൻസിൽ വളരെ കൃത്യമായിട്ട് മെമ്പേഴ്സ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ തന്നെ എന്ത് ബോധ്യമുണ്ടാവും? എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടാവും, അതേപോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അതുവഴി കോഓപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് എന്തായി മാറും? സ്ട്രെങ്തനായി മാറും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻഹാൻസിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഇതുവഴി നമുക്ക് ഈ ഗുഡ് ഗവേണൻസ് വഴി നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ കഴിയും? നല്ല ഒരു അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും. ഈ അവിടുത്തെ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇടയ്ക്കും അതേപോലെ അവിടുത്തെ പെയ്ഡ് എംപ്ലോയീസ് ഉണ്ടല്ലോ അവർക്കിടയിലും എന്തുണ്ടാക്കിയെടുക്കാൻ കഴിയും? ഒരു അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഗുഡ് ഗവേണൻസ് ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലിഷ് ക്ലിയർ ലൈൻസ് ഓഫ് ട്രാൻസ്പെറൻസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ ഓൾ ബോർഡ് മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിലെയും അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെയും എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇടയ്ക്ക് അവർക്കിടയിൽ എന്തുണ്ടാക്കിയെടുക്കാൻ കഴിയും? ഒരു നല്ല റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ട്രാൻസ്പെറൻറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെലവൻറ്റ് ഇൻഫർമേഷൻ ബിൽഡ് ട്രസ്റ്റ് എമംഗ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും അതേപോലെ റെലവൻറ്റ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിലൂടെയും മെമ്പേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ ഗവേണൻസിന് കഴിയും എന്നാണ് പറയുന്നത്. മെക്കാനിസംസ് ഫോർ മോണിറ്ററിംഗ് പെർഫോമൻസ് ആൻഡ് അഡ്രസ്സിംഗ് ഗ്രീവൻസസ് ആർ ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രിവെൻറ്റിങ് മാൾ പ്രാക്ടീസസ്. എന്ന് വെച്ചാൽ അവിടെ ഈ കള്ളം ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, ചില സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ കള്ളത്തരം കാണിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ പൈസ മാൾ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് വെച്ചാൽ ചിലപ്പോൾ ഒരു 50,000 രൂപ ലോൺ എടുക്കാൻ വരുന്ന ഒരാൾക്ക് 50,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം എന്ന് എഴുതി വെച്ചിട്ട് ബാക്കി പൈസ അവർ എടുക്കുന്ന പരിപാടികളൊക്കെ പല സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മാൾ പ്രാക്ടീസസ് ഇല്ലാതെയാക്കാനും ആളുകൾക്കിടയിലൊരു ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ പരമപ്രധാനമാണ് ഈ കോഓപ്പറേറ്റീവ് ഗവേണൻസ്. വളരെ പരമപ്രധാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മൂന്നാമതായി നമ്മൾ പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. എന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് എന്ത് മാറ്റിയെടുക്കാൻ കഴിയും, ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും? ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അതേപോലെ തന്നെ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എഫക്റ്റീവ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ് സ്ട്രീം ലൈൻ ഡിസിഷൻ മേക്കിംഗ്, മിനിമൈസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഒപ്റ്റിമൈസ് റിസോഴ്സ് അലോക്കേഷൻ. എന്ന് വെച്ചാൽ നല്ല എഫക്റ്റീവ് ഗവേണൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നല്ല ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയും, കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും, റിസോഴ്സ് അലോക്കേഷൻ വളരെ ശരിയാക്കാനും കഴിയും എന്നുള്ളതാണ്. ബൈ സെറ്റിംഗ് ക്ലിയർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് ആൻഡ് പെർഫോമൻസ് ടാർഗറ്റ്സ് കോഓപ്പറേറ്റീവ് ക്യാൻ ഫോക്കസ് ദെയർ എഫേർട്സ് ഓൺ അച്ചീവിങ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്നുവെച്ചാൽ ബൈ സെറ്റിംഗ് ക്ലിയർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റ് ആൻഡ് പെർഫോമൻസ് ടാർഗറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് ഗവേണൻസിലൂടെ കൃത്യമായ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവുകളും പെർഫോമൻസിൻ്റെ ടാർഗറ്റുകളും സെറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് കോഓപ്പറേറ്റീവ്സിന് എന്തിനകത്ത് ഫോക്കസ് ചെയ്യാൻ കഴിയും? ഓൺ ദെയർ എഫേർട്സ്, അല്ലേ? ഈ സസ്റ്റൈനബിൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നേടിയെടുക്കാനുള്ള എഫോർട്ടുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഫോക്കസ് ചെയ്യാൻ കഴിയും. അതേപോലെ സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻ്റ് ലീഡർഷിപ്പ് സപ്പോർട്ടഡ് ബൈ എ വെൽ ഫങ്ഷനിങ് ബോർഡ് ഈസ് വൈറ്റൽ ഫോർ നാവിഗേറ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ കോഓപ്പറേറ്റീവ് ബിസിനസ്. അപ്പം കോഓപ്പറേറ്റീവ് ബിസിനസ്സിൻ്റെ കോംപ്ലക്സിറ്റികൾ, ആ കോംപ്ലക്സിറ്റികളിലേക്ക് അല്ലെങ്കിൽ ആ കോംപ്ലക്സിറ്റിയിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്? നമ്മുടെ സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻ്റ് ലീഡർഷിപ്പാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു സ്കിൽഡ് ആൻഡ് കോമ്പീറ്റൻ്റ് ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കവിടെ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. മനസ്സിലായ? അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഫങ്ഷൻ ചെയ്യുന്ന ബോർഡ് അത്രത്തോളം എന്തായിരിക്കണം? നല്ല ഗവേണൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ബോർഡായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു നാലാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സഹകരണ സ്ഥാപനം ആകുമ്പോൾ ആ സ്ഥാപനത്തിന് എന്തുണ്ടാവണം? ആ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ട്രാൻസാക്ഷനുകൾ നടക്കണമെങ്കിൽ, അവിടെ അംഗങ്ങൾ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ, ഡെപ്പോസിറ്റുകൾ കിട്ടണമെങ്കിൽ, ലോണുകൾ പോകണമെങ്കിൽ ഒക്കെ എന്തുണ്ടാവണം? ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അവിടെ കൊണ്ടുവന്ന് പൈസ നിക്ഷേപിച്ചാൽ തിരികെ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകെ നടന്നാൽ മാത്രമേ ആ പൈസകൾ തിരികെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സൊസൈറ്റിയിലേക്ക് ആരും എന്ത് ചെയ്യാൻ പറ്റില്ല. അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പോകില്ല. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തുണ്ടാക്കിയെടുക്കണം? നമ്മൾ അതൊന്നുമല്ല, നമുക്ക് നല്ല റിട്ടേൺ തരാൻ കഴിയും, നമുക്ക് ചോദിക്കുന്ന സമയങ്ങളിൽ തന്നെ ആ ഡെപ്പോസിറ്റ് തിരികെ കൊടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു എന്തുണ്ടാക്കിയെടുക്കാൻ കഴിയണം? ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ടു എ പോസിറ്റീവ് പബ്ലിക് ഇമേജ്
ആൻഡ് ബിൽഡ് ട്രസ്റ്റ് അമംഗ് മെമ്പേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് വൈഡർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരു നല്ല പോസിറ്റീവ് പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുവഴി അംഗങ്ങൾക്കിടയിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനിടയിലും വൈഡർ കമ്മ്യൂണിറ്റിക്കിടയിലും എന്തുണ്ടാക്കിയെടുക്കണം? ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയണം. അങ്ങനെ നല്ലൊരു ഗവേണൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുവഴി ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും, ലോൺസ് സെക്യൂർ ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ നമുക്കിടെ സഹകരണ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ ആക്സസ് ചെയ്യാനും കഴിയും എന്ന് പറയാൻ കഴിയും കേട്ടോ. അപ്പം ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് എത്തിക്കൽ കണ്ടക്ട് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോഓപ്പറേറ്റീവ് ക്യാൻ എൻഹാൻസ് ദെയർ റെപ്യൂട്ടേഷൻ ആൻഡ് സ്ട്രെങ്തൻ ദെയർ പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്. എന്ന് വെച്ചാൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു റെപ്യൂട്ടേഷൻ അതുവഴി വർദ്ധിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ എത്തിക്കൽ കണ്ടക്റ്റും അതേപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഷോ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത്, ഇതിനെ നമുക്കൊരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഈ പോയിന്റുകൾ ഓരോന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേറ്റീവ് ഗവേണൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ആൻഡ് എൻഷുറിങ് സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ മാറ്റങ്ങളെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, അതേപോലെ നമുക്ക് സസ്റ്റൈനബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ആൻ ഇവോൾവിംഗ് സോഷ്യോ ഇക്കണോമിക് ലാൻഡ്സ്കേപ്പ്, ഗുഡ് ഗവേണൻസ് എനേബിൾസ് കോഓപ്പറേറ്റീവ്സ് ടു അഡോപ്റ്റ് ടു ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് എമേർജിങ് ചലഞ്ചസ്. എന്ന് വെച്ചാൽ ഈ ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചും പുതിയ ചലഞ്ചസിനനുസരിച്ചും നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഡാപ്റ്റ് ചെയ്യാനെ കൊണ്ട് ഒരു നല്ല ഗവേണൻസിന് സാധ്യമാകും എന്നുള്ളതാണ്. ബൈ ഫോസ്റ്ററിങ് ഇന്നൊവേഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് എ കൾച്ചർ ഓഫ് ലേണിംഗ്, കോഓപ്പറേറ്റീവ്സ് ക്യാൻ റിമൈൻ കോഓപ്പറേറ്റീവ് ആൻഡ് റെലവൻറ്റ് ഓവർ ദ ലോങ് ടേം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളിലും ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരികയും അതേപോലെ തന്നെ എല്ലാത്തരം ഒരു കൾച്ചർ ഓഫ് ലേണിംഗ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു ലേണിംഗ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് അതുവഴി എന്ത് ചെയ്യാൻ കഴിയും? ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ ആ ഒരു സ്ഥാപനത്തെ കോമ്പറ്റേറ്റീവായിട്ട് നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ റെലവൻ്റായിട്ട് നിലനിർത്താൻ കഴിയും. ഇതിനെല്ലാം ആവശ്യം എന്താണ്? ഗുഡ് ഗവേണൻസ് ആണ്. അപ്പോൾ ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് ഹെൽപ്പ് കോഓപ്പറേറ്റീവ്സ് മാനേജ് റിസ്ക്, മിറ്റിഗേറ്റ് പൊട്ടൻഷ്യൽ ക്രൈസിസ് ആൻഡ് എൻഷുർ ദെയർ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇതിലൂടെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ക്രൈസിസുകളെ മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയും. അതുവഴി നമ്മുടെ സ്ഥാപനത്തെ ലോങ് ടൈമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനും കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ ഇത്ര ഏരിയ എന്താണ് നമുക്ക് പറയുന്നത്? ഇത്ര ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ഗുഡ് ഗവേണൻസ് ക്രൂഷ്യലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുന്ന പോയിന്റുകളാണ് ഏതൊക്കെ? എൻഷുറിങ് മെമ്പർ റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, എൻഹാൻസിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, ഇംപ്രൂവിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് ആണ്. അപ്പോൾ നമുക്കിതൊരു എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിനോ, ഏറ്റവും കുറഞ്ഞത് 4 മാർക്കിനെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. പില്ലറുകൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഗവേണൻസിനെ താങ്ങി നിർത്തുന്ന തൂണുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പില്ലറുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു 4 പില്ലറുകളാണ് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി, പാർട്ടിസിപ്പേഷൻ. ഇങ്ങനെയുള്ള ഒരു 4 പില്ലറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു പില്ലറാണ് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ അറിയാമല്ലോ, അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആൻസറബിലിറ്റി എന്നാണ് പറയുന്നത്. ആൻസറബിലിറ്റി. അപ്പോൾ അക്കൗണ്ടബിലിറ്റി റെഫേഴ്സ് ടു എബിലിറ്റി ടു ഹോൾഡ് പബ്ലിക് ഒഫീഷ്യൽസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഡിസിഷൻ ആൻഡ് ആക്ഷൻസ് ഇൻക്ലൂഡിങ് ഫേസിങ് കോൺസിക്വൻസസ് ഫോർ റോങ് ഡൂയിങ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആൻസറബിലിറ്റിയാണ്. അപ്പോൾ ഈ പബ്ലിക് ഒഫീഷ്യൽസ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ഷനുകൾ ഇതിപ്പം നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക.
ഇറ്റ് ഇൻവോൾവ്സ് ആൻസറബിലിറ്റി ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ പെനാലിറ്റീസ്. എന്ന് വെച്ചാൽ ഇത് ഒരു ആൻസറബിലിറ്റിയാണ്, അതേപോലെ തന്നെ നമ്മൾ റോങ് ഡൂയിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്കവിടെ ഒരു പെനാൽറ്റി കൊടുക്കേണ്ടിയും വരും എന്നുള്ളതാണ്. രണ്ടാമത്തെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻസി ഈസ് എബൌട്ട് എൻഷുറിങ് ലോ കോസ്റ്റ് ആൻഡ് ടൈംലി ആക്സസ് ടു റെലവൻറ്റ് ഇൻഫർമേഷൻ. ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻസ് ലോ കോസ്റ്റിൽ കിട്ടുക, അതേപോലെ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുക എന്നുള്ളതാണ്. particularly economic and financial data which allows the public to അസസ് ഗവൺമെൻറ് പെർഫോമൻസ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്ന തരത്തിലുള്ള ഇക്കണോമിക് ഡേറ്റയും ഫൈനാൻഷ്യൽ ഡേറ്റയും കൃത്യസമയത്ത് ലോ കോസ്റ്റിൽ കിട്ടുക എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അടുത്തതാണ് പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പ്രഡിക്റ്റബിലിറ്റി എന്ന് വെച്ചാൽ പ്രഡിക്റ്റബിലിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ ക്ലിയർ well enforced laws and regulations enabling public officials to effectively plan and deliver services എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പ്രഡിക്റ്റബിലിറ്റി നമ്മൾ എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്, അത് ക്ലിയർ ആയിട്ടുള്ള വെൽ എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിലൂടെയാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പബ്ലിക് ഒഫീഷ്യലിന് ആ സർവീസിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്ന പാർട്ടിസിപ്പേഷനാണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പാർട്ടിസിപ്പേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ ഗ്യാതറിങ് റിലയബിൾ ഇൻഫർമേഷൻ, ആക്ടിങ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് എൻഷുറിങ് ദാറ്റ് ഗവൺമെൻറ് ആക്ഷൻസ് ആർ അലൈൻഡ് വിത്ത് പബ്ലിക് നീഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ഒരു വാച്ച് ഡോഗിനെ പോലെ ആക്ട് ചെയ്യാനും, അതേപോലെ തന്നെ എൻഷുറിങ് ദാറ്റ് ഗവൺമെൻറ് ആക്ഷൻസ് ആർ അലൈൻഡ് വിത്ത് പബ്ലിക് നീഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. പബ്ലിക്കിൻ്റെ നീഡ്സിനും എക്സ്പെക്റ്റേഷനും അനുസരിച്ച് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതും എന്നൊക്കെ ഉറപ്പ് വരുത്താനെ കൊണ്ടുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. A strong civil society play a vital role in fostering participation and good governance. അപ്പോൾ ഒരു സ്ട്രോങ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗുഡ് ഗവേണൻസിനെ കൊണ്ടുവരാനെ കൊണ്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയും കേട്ടോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ എലമെൻറ്റ്സ് ഓഫ് ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ എലമെൻറ്റുകൾ എന്ന് പറയുന്ന സംഗതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെമ്പേഴ്സ് ഇൻ കൺട്രോൾ, രണ്ടാമത് ബാലൻസിങ് ദ പവേഴ്സ് ഓഫ് ദ ലീഡിംഗ് ഫിഗേഴ്സ്, ചെയർമാൻ, സീനിയർ എക്സിക്യൂട്ടീവ്, ഓഡിറ്റ് കമ്മിറ്റി, സബ് കമ്മിറ്റീസ് ഓഫ് ദ ബോർഡ്, സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് നെപ്പോട്ടിസം, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ടേക്ക് ഓവർ ബൈ ആൻ ആൾട്ടർനേറ്റീവ് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്, കോഡ് ഓഫ് എത്തിക്സ്. ഇതൊക്കെ പറയുന്നത് ഈ കോഓപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ എലമെൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന സംഗതികളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെമ്പേഴ്സ് ഇൻ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ ജനറൽ ബോഡി മെമ്പേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം കോഓപ്പറേറ്റീവ് ഗവേണൻസിലെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ആരാണ്? ഈ മെമ്പേഴ്സാണ്. രണ്ടാമത്തെ ബാലൻസിങ് ദ പവേഴ്സ് ഓഫ് ദ ലീഡിങ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ലീഡിങ് ഫിഗേഴ്സ് ഉണ്ടല്ലോ, ആരൊക്കെയാണ്? നമ്മുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെ തുടങ്ങിയ ആ സ്ഥാപനത്തിലെ ലീഡിങ് ഫിഗേഴ്സ് ഉണ്ട്. ഈ ലീഡിങ് ഫിഗേഴ്സിൻ്റെ പവേഴ്സ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോകണം. ഒരാളുടെ പവറിലേക്ക് അടുത്ത ആൾ കൈകടത്താനോ ആ ആളുടെ പവറിലേക്ക് മറ്റൊരാൾ കൈകടത്താനോ പാടില്ല. അതിനെ ബാലൻസിങ് ദ പവേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുകയും വേണം. ഓരോരുത്തരുടെയും പവറുകളെക്കുറിച്ച് അവരവർക്ക് തന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുകയും വേണം. മൂന്നാമതാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ എന്ന് വെച്ചാൽ അവിടുത്തെ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആരാണ്? പ്രസിഡൻ്റാണ്. നമ്മുടെ ജനറൽ ബോഡി മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നേതാവാണെന്ന് പറയുന്നത് ഒരു സഹകരണ സംഘത്തിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറയുക. അദ്ദേഹത്തിനും കൃത്യമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. സീനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി. അപ്പോൾ ആ സെക്രട്ടറിക്ക് ഈ കോഓപ്പറേറ്റീവ് ഗവേണൻസിൽ വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെച്ച് സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സബ് കമ്മിറ്റികളും ഈ ഗവേണൻസിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് നെപ്പോട്ടിസം എന്ന് വെച്ചാൽ അറിയായിരിക്കുമല്ലോ. നമ്മളിപ്പം ഒരു വീട്ടിലെ ഒരാൾ ഒരു സംഘത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മറ്റൊരാളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഒക്കെ ചേർക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അത്തരം പരിപാടികൾ എന്ത് ചെയ്യുക, ഇല്ലാതെയാക്കുക. അത്തരം പരിപാടികൾ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കോഓപ്പറേറ്റീവ് വാല്യൂസിന് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് എതിരാണ് എന്ന് പറയാൻ പറ്റും. അടുത്ത 8ാമത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ടേക്ക് ഓവർ ബൈ ആൻ ആൾട്ടർനേറ്റീവ് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ്, നമ്മുടെ സഹകരണ സംഘത്തെ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ പാടില്ല, ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ ഏറ്റെടുത്തു പോയാൽ ആ സഹകരണ സംഘത്തിൻ്റെ സ്വഭാവം തന്നെ ഇല്ലാതെയായി പോവും, ആ പ്രിൻസിപ്പിൾസ് തന്നെ വയലേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സഹകരണ സംഘം അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, മുന്നോട്ട് പോകേണ്ടി വരും. അടുത്തായിട്ട് പറയുന്നത് എന്താണ്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയും. എന്താണ് കോഡ് ഓഫ് എത്തിക്സ്? കോഡ് ഓഫ് എത്തിക്സ് എന്ന് വെച്ചാൽ നമ്മളൊരു സഹകരണ സംഘത്തിൽ അനുവർത്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ മുന്നോട്ട് ചെയ്തു പോകേണ്ടുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ വിളിക്കുക കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുക. ഈ കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് എല്ലാ സഹകരണ സംഘങ്ങളിലും ഉണ്ട്. ആ കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ പറയാം. ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, പരീക്ഷയ്ക്ക് നമ്മുടെ 2 മാർക്ക് ഏരിയയിലും 1 മാർക്ക് ഏരിയയിലും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. കുറച്ച് ലോങ് വീഡിയോ ആണ്. നിങ്ങളത് കുറേശ്ശെ കണ്ട് അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.